നമ്മൾ മലയാളിയായൊരു വ്യവസായി, അദ്ദേഹം ആത്മഹത്യ ചെയ്തതിനെ കുറിച്ചുള്ള വാർത്തകൾ കഴിഞ്ഞ ആഴ്ച നമ്മളൊക്കെ വായിച്ചതാണ്, കേട്ടതാണ്, മനസ്സിലാക്കിയതാണ്. അദ്ദേഹം ഇന്ത്യയിലെ സർക്കാരിൻ്റെ സാമ്പത്തിക അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തിൻ്റെ സമ്പത്തിനെ, അദ്ദേഹത്തിൻ്റെ വരുമാനത്തെ പരിശോധിക്കുവാൻ തുനിയുകയും അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കുറെ ബുദ്ധിമുട്ടിക്കുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ്, അത് സഹിക്കാൻ കഴിയാതെയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്ന തോക്കുപയോഗിച്ച് സ്വയം വെടിവെക്കുകയായിരുന്നു എന്ന രീതിയിലൊക്കെയാണ് വാർത്തകൾ വന്നത്. അതിൻ്റെ ശരിയും തെറ്റും നമുക്കറിയില്ല, അല്ലാഹു അലം. അത് കൂടുതൽ അന്വേഷണങ്ങളിലൂടെ പുറത്തു വരേണ്ട കാര്യമാണ്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നമ്മളുടെ സമൂഹത്തിൽ കുറേ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ പുതിയ ഭരണകൂടം പൗരന്മാരെ എങ്ങനെയൊക്കെയാണ് ഭീകരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങാത്ത പൗരന്മാരെ എങ്ങനെയൊക്കെയാണ് അത് മരണത്തിലേക്ക് ഉന്തിത്തള്ളിക്കൊണ്ടിരിക്കുന്നത് തുടങ്ങിയ വളരെ രാഷ്ട്രീയമായ ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. അങ്ങോട്ടല്ല ഞാൻ കടന്നു പോകുന്നത്. ഇദ്ദേഹം മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തെ ആ മരണത്തിന്റെ കുറച്ചു മുമ്പ് ഇന്റർവ്യൂ ചെയ്ത ചില ആളുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ ആ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു. അവർ സൂചിപ്പിച്ചൊരു കാര്യം, അദ്ദേഹം വളരെ കോൺഫിഡൻസോടുകൂടി, വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹം പറഞ്ഞു, എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഇനി ഒന്നും ബാക്കിയില്ല. ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ എപ്പോഴും ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ്. ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുമായിരിക്കും, നമ്മൾ ജീവിതത്തിൽ ഇനി നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന, പക്ഷെ ഇതുവരെ നമ്മൾ നേടിയെടുത്തിട്ടില്ലാത്ത, നേടാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതായത് നമ്മൾ അച്ചീവ് ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും. നമ്മൾ അതിനു വേണ്ടി ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇപ്പൊ എനിക്ക് ജീവിതത്തിൽ എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 10 ആഗ്രഹം ഞാൻ എണ്ണി പറയുന്നുണ്ടാവും. അതിലൊരു 2 ആഗ്രഹം നടന്നിട്ടുണ്ടാവും, 8 നടന്നിട്ടുണ്ടാവില്ല. ആ 8 ആണ്, ആ പട്ടികക്കാണ് നമ്മൾ ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അതവിടെ ബാക്കിയുണ്ട്. നമ്മൾ ജീവിക്കുന്നതിന്റെ അർത്ഥം അതാണ്, ജീവിക്കുന്നതിന്റെ ദൗത്യം അതാണ്, ലക്ഷ്യം അതാണ്. അത് നേടിയെടുക്കാനാണ് ഞാൻ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ സാധാരണ ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്നാണ്, എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഇനി ഒന്നും ബാക്കിയില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കണം എന്ന് എന്തൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ അത് മുഴുവൻ ഞാൻ നേടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം അതിലിങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ പ്രോപ്പർട്ടി, അസറ്റുകൾ, അതുമായി ബന്ധപ്പെട്ട കണക്കുകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വളരെ വില കൂടിയ ആഡംബര കാറുകൾ, അത് ഒരുപാട് കാറുകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അത് ഏതിലാണ് ഏത് സമയം കയറേണ്ടത് എന്ന് പോലും കൺഫ്യൂഷൻ ആവുന്ന തരത്തിൽ ലോകത്തെ മിക്കവാറും എല്ലാ ആഡംബര കാറുകളും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് ഫ്ലാറ്റുകളുണ്ട്, ഒരുപാട് ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ലോകത്തുടനീളം യാത്ര ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എല്ലാതരം വസ്ത്രങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്, എല്ലാതരം സുഗന്ധങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. ദുന്യാവിൽ ഒരു മനുഷ്യനെ നേടിയെടുക്കാൻ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഞാൻ നേടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ബക്കറ്റ് ലിസ്റ്റ് ശൂന്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ നേടേണ്ടതൊക്കെ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. എൻ്റേത് വിജയിച്ച ഒരു ജീവിതമാണ്. അതാണ് അദ്ദേഹം പറയുന്നതിൻ്റെ ഒരു ചുരുക്കം. അതാണ് നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരിക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഫജ്റിന്റെ സമയത്ത് 2 റക്അത്ത് നമസ്കാരമാണ് ഈ ദുന്യാവും അതിലുള്ളത് മുഴുവനും നിങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമായിട്ടുള്ളത്. ഇത് നമ്മൾ ഒരുപാട് വട്ടം കേട്ടിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വർത്താനാണ്. അതായത് സുബൈന്റെ മുമ്പുള്ള 2 റക്അത്തിനെ പറ്റിയാണെന്നാണ് പണ്ഡിതന്മാർ പൊതുവെ പറയാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നുണ്ട്, ഒരു മനുഷ്യന് അസർ നമസ്കാരം നഷ്ടപ്പെട്ടു എങ്കിൽ അയാളുടെ സ്വത്തും അയാളുടെ കുടുംബവും അയാളിൽ നിന്ന് കൊള്ള ചെയ്യപ്പെട്ടതുപോലെയാണ്. ഒരായുഷ്കാലം കൊണ്ടുണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ, അല്ലെങ്കിൽ അയാൾക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന കുടുംബം മുഴുവൻ അയാൾക്ക് നഷ്ടപ്പെട്ടതുപോലെയാണ്. അയാൾക്ക് ഒരു ദിവസം അസർ നമസ്കാരം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതം വ്യർത്ഥമായി തീരുകയാണ്. അയാളുടെ ജീവിതത്തിൽ നിന്ന് ഇതൊക്കെ കൊള്ളയടിക്കപ്പെട്ട് ചെയ്യപ്പെട്ട് കൊണ്ടുപോയത് പോലെയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നമുക്കറിയാലോ, നബി രാത്രി എഴുന്നേറ്റിട്ട് കുറേ സമയം നിസ്കരിക്കും. അത്ര സമയം നിസ്കരിക്കാൻ സ്വാഭാവികമായിട്ട് നമുക്ക് പറ്റൂല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം തഹജ്ജുദിന് നിസ്കരിക്കാൻ കുറച്ചൊന്ന് വൈകി. കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു സാധാരണ എഴുന്നേൽക്കുന്നതിനേക്കാൾ കുറച്ചൊന്ന് വൈകിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റത്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയോട് ചോദിക്കുന്നുണ്ട്, എന്റെ പായമ്മൽ എന്തെങ്കിലും പണിയെടുത്തിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ കടന്നുറങ്ങുന്ന പായമ്മൽ നീ എന്തെങ്കിലും പണിയെടുത്തിരുന്നോ? കാരണം സാധാരണ ഞാൻ കിടക്കുമ്പോൾ ഈ പായ നല്ല പരുക്കനാണ്, ഇന്ന് കുറച്ചുകൂടി അതൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഭാര്യ പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, ഞാൻ എന്റെ പായ കൂടി മടക്കി അതിന്റെ അടിയിൽ വെച്ചിരുന്നു. കാരണം ഈ പരുവരുത്ത പായയിൽ അങ്ങ് കിടന്ന് ഉറങ്ങുന്നത് കണ്ട് സങ്കടം വന്നിട്ട് അതൊന്ന് സോഫ്റ്റ് ആയിക്കോട്ടെ, ഒന്ന് കുറച്ചും കൂടി ഒന്ന് മൃദുവായിക്കോട്ടെ, ഒന്ന് സൗകര്യപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്റെ പായ കൂടി മടക്കി അതിന്റെ അടിയിൽ വെച്ചിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുകൊണ്ടാണ് എന്റെ ഉറക്കം നീണ്ടുപോയത്, അതുകൊണ്ടാണ് എന്റെ തഹജ്ജുദിന്റെ സമയം എനിക്ക് നഷ്ടപ്പെട്ടു പോയത്. അത് വേണ്ടില്ലായിരുന്നു, അതെടുത്ത് മാറ്റ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യയോട് പറയുന്നത് നമുക്ക് അതുമായി ബന്ധപ്പെട്ട നിവേദനങ്ങൾ കാണാൻ കഴിയും. നമുക്ക് എല്ലാവർക്കും അറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഭാര്യമാരും തമ്മിൽ ഒരിക്കൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അത് മദീനയിൽ വെച്ചിട്ടാണ്. പ്രശ്നം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഭാര്യമാര് കുറച്ചുകൂടി സുഖ സൗകര്യങ്ങളുള്ള ഒരു ജീവിതം അവരാഗ്രഹിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു വർത്തമാനം ഉണ്ടായപ്പോൾ അതിന്റെ പേരിലുണ്ടായ വളരെ ചെറിയൊരു ഇഷ്യൂ ആണ്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വസ്ഥത കിട്ടാൻ വേണ്ടി മദീനയിൽ പള്ളിയുടെ അടുത്ത് തന്നെയുള്ള കുറച്ച് ഉയർത്തിക്കെട്ടിയ നബി വിശ്രമിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മുറി ഉണ്ട്. ആ മുറിയിൽ പോയി നബി ഇങ്ങനെ കിടക്കുകയാണ്, ആരോടും സംസാരിക്കുന്നൊന്നുമില്ല. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പതുക്കെ ധൈര്യം സംഭരിച്ചിട്ട് ആ മുറിയിലേക്ക് കയറി ചെല്ലുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിന് ആ വിഷയത്തിൽ കൂടുതൽ ആശങ്ക ഉണ്ട്. കാരണം ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ ഉമർ റളിയല്ലാഹുവിന്റെ മോളാണല്ലോ, ഹഫ്സ റളിയല്ലാഹു അൻഹ ആണല്ലോ. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചെന്നിട്ട് ആ മുറിയിൽ എത്തിയിട്ട് പ്രവാചകരെ, ഞാൻ ഉള്ളിലേക്ക് വരട്ടെ എന്ന് ചോദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരാൻ പറഞ്ഞു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചെന്നിട്ട്, ഞാൻ വേണമെങ്കിൽ അവരോട് പറയാ എന്താണ് അവരുടെ ഭാഗത്തുള്ള തെറ്റ് എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാം, ഞാൻ എന്റെ മകളെ ഉപദേശിക്കാം എന്നുള്ള നിലക്ക് ഉമർ റളിയല്ലാഹു അൻഹു ചെല്ലുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹു കണ്ടിങ്ങനെ എഴുന്നേറ്റു. അപ്പൊ നബി കുപ്പായൊന്നും ധരിച്ചിട്ടില്ല, നബി ഇങ്ങനെ ഒരു വിശ്രമിക്കുന്ന അവസ്ഥയിലാണ്. അപ്പൊ നബി എഴുന്നേറ്റപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു പുറത്തുള്ള പായയുടെ അടയാളങ്ങൾ കാണുന്നത്. നബിന്റെ പുറത്ത് നബി ഈത്തപ്പനയോലയിൽ കടന്നതിന്റെ ഫലമായിട്ടുണ്ടായ അടയാളങ്ങൾ കാണുന്നത് അപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു ഗദ്ഗദത്തോടു കൂടി ചോദിക്കുന്നത്, എന്താണ് നബി ഇത്, കിസ്റയും കൈസറും ഒക്കെ ഇത്രയും സുഖ സൗകര്യങ്ങൾ ജീവിക്കുമ്പോൾ അങ്ങ് ഇങ്ങനത്തെ ഒരു പായയിലാണോ കടന്നുറങ്ങുന്നത് എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, എന്താണ് ഉമർ, ഓർക്കൊക്കെ ദുന്യാവല്ലേ ജീവിതം, നമ്മൾക്ക് എന്ന് പറഞ്ഞാൽ പരലോകല്ലേ, നമ്മൾ പരലോകത്തിന് വേണ്ടിയല്ലേ ജീവിക്കുന്നത്, ഞാനും ഈ ദുന്യാവും തമ്മിൽ എന്ത് തരത്തിലുള്ള ഇടപാടാണുള്ളത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്. ഞാനത് പറഞ്ഞത് മനുഷ്യരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, ജീവിതത്തിലെ വിജയം എന്താണ്, ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ടത് എന്താണ്, ജീവിതത്തിൽ യഥാർത്ഥത്തിലുള്ള നേട്ടം എന്താണ് എന്ന ചോദ്യത്തിന് ആധുനിക കമ്പോള മുതലാളിത്തം നൽകുന്ന ഉത്തരത്തിന് വിപരീതമായ ഉത്തരവാണ് ഇസ്ലാം യഥാർത്ഥത്തിൽ നൽകുന്നത്. ഇത് നമ്മൾ പുതിയ കാലത്ത് ലോകത്തിന് നമ്മളെ കുട്ടികൾക്ക് ആവർത്തിച്ച് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഇതിന്റെ അർത്ഥം നമ്മൾ പൈസ ഉണ്ടാക്കണ്ടെന്നോ, നമ്മൾ വീട് ഉണ്ടാക്കണ്ടെന്നോ, നമ്മൾ കാറ് വാങ്ങണ്ടെന്നോ, നമുക്ക് സുഖ സൗകര്യങ്ങൾ വേണ്ടെന്നോ അല്ല. അതൊന്നും നിരോധിച്ചൊരു മതമേ അല്ല ഇസ്ലാം, സന്യാസം പഠിപ്പിച്ചൊരു മതമേ അല്ല ഇസ്ലാം. പക്ഷെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ നമ്മൾ അതിലേക്ക് കെട്ടുമ്പോൾ, അല്ലെങ്കിൽ ഈ സാധനങ്ങളാണ് നമ്മളുടെ ജീവിതത്തിലെ നേട്ടങ്ങൾ എന്ന് വിചാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതാണ് നമ്മളുടെ ജീവിതത്തിന്റെ മൂല്യം എന്ന് നമ്മൾ കരുതുമ്പോൾ നമ്മൾക്ക് ജീവിതത്തിന്റെ തന്നെ പൊരുൾ നഷ്ടപ്പെട്ടു പോകുന്നു എന്നാണ് പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും നമ്മളെ പഠിപ്പിക്കുന്നത്. മനുഷ്യന്റെ ധർമ്മം എന്താണ് എന്ന ചോദ്യത്തിന് പരിശുദ്ധ ഖുർആൻ പറയുന്ന ഉത്തരം വളരെ സിമ്പിളാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മാ ഉരീദു മിൻകും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. പടച്ചോൻ മനുഷ്യരെന്നും ജിന്നുകളെന്നും പറയുന്ന ബുദ്ധിയും വിവേകവുമുള്ള രണ്ട് സൃഷ്ടി വിഭാഗങ്ങളെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് അവനെ ആരാധിക്കുന്നതിന് വേണ്ടി മാത്രമാണ്, അവനെ ഇബാദത്തെടുക്കുന്നതിന് വേണ്ടി മാത്രമാണ്. അള്ളാഹ്ക്ക് ഇബാദത്തെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. നമ്മൾ ദുന്യാവിൽ അധ്വാനിക്കുന്നത് എന്തിനാണ്? നമുക്ക് ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ജീവൻ നിലനിർത്തുന്നത് എന്തിനാണ്? പടച്ചോൻക്ക് ഇബാദത്തെടുക്കാൻ വേണ്ടി മാത്രമാണ്. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണില്ലേ, വിശ്വാസി അവിശ്വാസി തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നിസ്കാരാണ്. അവരും നമ്മളും തമ്മിലുള്ള കരാർ എന്ന് പറഞ്ഞ നിസ്കാരാണ്. ഇപ്പൊ മദീനയിൽ നിന്ന് കുറെ ദൂരെ മരുഭൂമിയുടെ ഉൾപ്രദേശങ്ങളിലൊക്കെ ജീവിക്കുന്ന ഗോത്രങ്ങൾ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അവരും നമ്മളും തമ്മിലുള്ള കരാർ എന്ന് പറഞ്ഞ നിസ്കാരാണ്. ഒരു നിസ്കാരം നിലനിർത്തുന്നിടത്തോളം കാലം അവര് നമ്മളെ ആൾക്കാരാണ്. അവരെ നിസ്കാരം നിർത്തിയാൽ അവരെ മുസ്ലിങ്ങളായി പരിഗണിക്കാൻ നമുക്ക് പറ്റൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. നിസ്കാരം എന്ന് പറഞ്ഞാൽ
അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കാനാണ് നമ്മളെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ ആ ഇബാദത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ രൂപമാണ് നിസ്കാരം. നിസ്കരിക്കാത്ത ഒരാൾക്ക് പടച്ചോൻ ഇബാദത്ത് എടുക്കേണ്ടത് അയാളെ പറ്റി പറയാൻ പറ്റൂല. അപ്പൊ നമ്മള് ഒരാളെ ജീവിതത്തിൽ ഒരാളെ മുസ്ലിമായി അംഗീകരിക്കണമെങ്കിൽ ഷഹാദത്ത് കലിമ എന്ന് പറഞ്ഞാൽ ആർക്കും കാണാൻ പറ്റിയ സാധനമല്ല, തൊട്ടുനോക്കാൻ പറ്റിയ സാധനമല്ല. വിസിബിൾ ആയ ഒരാളുടെ ജീവിതത്തിൽ അയാൾ മുസ്ലിം ആണെന്നുള്ളതിന്റെ അടയാളമായി പുറത്തേക്ക് കാണുന്ന ഏറ്റവും ഫൗണ്ടേഷണൽ ആയ സംഭവം എന്ന് പറഞ്ഞാൽ നിസ്കാരമാണ്. അതുകൊണ്ടാണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ ഏർപ്പാടേ ഇല്ലാത്ത ഒരാളെ മുസ്ലിമായി പരിഗണിക്കാൻ പറ്റൂല എന്ന് പൊതുവിൽ പണ്ഡിതന്മാരൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് നിസ്കാരത്തിന് ഇത്രയും പ്രാധാന്യം വരാൻ കാരണം എന്താണ്? നമ്മളെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ആ ഇബാദത്ത് എടുക്കണില്ലെങ്കിൽ നമ്മൾ മനുഷ്യന്മാർ എന്നുള്ള നിലക്കുള്ള നമ്മുടെ ധർമ്മം നിർവഹിക്കണില്ല. ആ ഇബാദത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ രൂപമാണ് നമസ്കാരം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നിസ്കാരമില്ലാത്ത ഒരാളെ ജീവിതം എന്ന് പറഞ്ഞാൽ അയാളെ എന്തിനാണോ പടച്ചോൻ പടച്ചത് ആ പണി അയാൾ എടുക്കണില്ല എന്നാണ് അതിന്റെ അർത്ഥം. അയാളുടെ ജീവിതം വേസ്റ്റ് ആണെന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് മനുഷ്യന്റെ ധർമ്മത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ, ഇപ്പൊ നമ്മൾ നല്ല മനുഷ്യനായി ജീവിക്കുക എന്ന് പറയും, നമ്മൾ ബാക്കിയുള്ള മനുഷ്യന്മാരോട് കരുണ കാണിക്കുക എന്ന് പറയും, സ്നേഹം കാണിക്കുക എന്ന് പറയും, നന്മ ചെയ്തു കൊടുക്കുക എന്ന് പറയും. നമ്മൾ ഈ സമൂഹത്തിനോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക, കുടുംബത്തിനോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക, ഇതൊക്കെ വരുന്നത് പടച്ചോനോടുള്ള ബന്ധത്തിൽ നിന്നാണ്. പരിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായി അത് ഉപസംഹരിക്കുന്നുണ്ട്. യാ അയ്യുഹൽ ഇൻസാൻ ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖി. നിങ്ങളിങ്ങനെ പണിപ്പെട്ട് പ്രയാസപ്പെട്ട് ജീവിതത്തിൽ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് കുറെ അധ്വാനിച്ച് നിങ്ങളിങ്ങനെ മുന്നോട്ട് പോയി അതിന്റെ എൻഡ് എന്ന് പറഞ്ഞാൽ പടച്ചോനാണ്. അതല്ലാത്തൊരു എൻഡ് ഇല്ല. നമ്മൾ പറയല്ലോ ജീവിതത്തിൽ പല കോലത്തിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും, നിസ്കരിക്കുന്നവരുണ്ടാവും, നിസ്കരിക്കാത്തവരുണ്ടാവും. എല്ലാവരുടെയും ജീവിതം ചെന്ന് അവസാനിക്കുന്നത് പടച്ചോന്റെ അടുത്ത് തന്നെയാണ്. ഒരാൾ ഞാൻ നിസ്കരിക്കാനില്ല, ഞാൻ പടച്ചോന്റെ അടുത്തേക്ക് പോണില്ല എന്നൊരാൾ തീരുമാനിച്ചിട്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ അടുത്തല്ലാതെ ചെന്ന് അവസാനിക്കുന്ന ഒരു ജീവിതവും ലോകത്തില്ല, ഒരു മനുഷ്യനും ലോകത്തില്ല. ലോകത്തെ എല്ലാ മനുഷ്യന്മാരും പടച്ചോന്റെ അടുത്ത് തന്നെ എത്തും, അത് ഉറപ്പാണ്. അതുകൊണ്ടാണ് അള്ളാഹ് നമ്മളോട് പറയുന്നത്, നിങ്ങൾ ദുന്യാവിൽ ഇങ്ങനെ പ്രയാസപ്പെട്ട് പണിയെടുത്തുകൊണ്ടിരിക്കണം. ആ പണിയെടുത്തുകൊണ്ട് നിങ്ങൾ എവിടെയാണ് ചെന്ന് എത്തുന്നത്? നിങ്ങളെല്ലാ മനുഷ്യന്മാരും എത്തുന്നത് അള്ളാന്റെ അടുത്താണ്. ഇപ്പൊ മുലാഖി, അവനെ നിങ്ങൾ കണ്ടുമുട്ടന്നെ ചെയ്യും. ആ കണ്ടുമുട്ടുന്ന സമയത്ത് നമ്മളുടെ അടുത്ത് പടച്ചോനെ കാണിച്ചു കൊടുക്കാൻ പറ്റിയ എന്തുണ്ട് എന്നതാണ് നമ്മളുടെ ജീവിതത്തിന്റെ വിജയം നിർണ്ണയിക്കുന്നത്. വേറെ ഒന്നുമല്ല. നമ്മൾക്ക് പൈസ ഉണ്ടോ, പൈസ അല്ലേ, നമ്മൾക്ക് വലിയ സൗകര്യങ്ങളുണ്ടോ ഇല്ലേ, ദുന്യാവിൽ നമ്മൾ എന്ത് നേടിയോ ഇല്ലേ, ഇതൊക്കെ വളരെ നിസ്സാരമായ പ്രശ്നങ്ങളാണ്. നമ്മൾ മരിക്കുന്ന സമയത്ത് പടച്ചോനക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയ എന്താണ് നമ്മളെ അടുത്ത് ഉള്ളത് എന്നുള്ളത് മാത്രമാണ് ജീവിതത്തിലെ അടിസ്ഥാനപരമായ വിഷയം എന്ന് പറയുന്നത്. അതാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് മനുഷ്യന്റെ ധർമ്മം എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ തൃപ്തി നേടിയിട്ടാണോ നമ്മൾ മരിച്ചു പോണത്? എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, നമ്മൾ ഒരു സ്പിരിച്വൽ ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ശരിക്കും നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മൾ അള്ളാഹുവിലേക്കുള്ള ഈ യാത്രയിൽ നമ്മൾ എവിടെ എത്തി, എത്ര മുന്നോട്ട് പോയി, എത്രത്തോളം അള്ളാഹിന്റെ തൃപ്തി നമ്മൾ നേടിയെടുത്തു, എത്രത്തോളം നമ്മളിപ്പോ ജീവിതത്തിൽ എത്ര സുന്നത്തുകളുണ്ട്, എത്ര അദ്കാറുകളുണ്ട്, എത്ര സ്വതക്ക നമ്മൾ ചെയ്യുന്നുണ്ട്, എത്രത്തോളം മനുഷ്യന്മാരെ സ്നേഹിക്കുന്നുണ്ട്, എത്രത്തോളം ആൾക്കാരെ സഹായിക്കുന്നുണ്ട്, എത്രത്തോളം കുടുംബത്തിനോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നുണ്ട്. ഇങ്ങനെ പോയി ഞാൻ എവിടെ എത്തേണ്ട ഒരാളാണ്, ആത്മീയമായി ഞാൻ എവിടെ എത്തേണ്ട ഒരാളാണ്, ഇത്ര കാലം കൊണ്ട് ഞാൻ എവിടെ എത്തിയിട്ടുണ്ട്, എവിടെയൊക്കെ ഞാൻ കറക്റ്റ് ചെയ്യപ്പെടാനുണ്ട്, എവിടെയൊക്കെ ഇനിയും ഞാൻ സംസ്കരിക്കപ്പെടാനുണ്ട് എന്ന് പരിശോധിച്ചുകൊണ്ട് ഒരു സ്പിരിച്വൽ ബക്കറ്റ് ലിസ്റ്റ് ആണ് ശരിക്ക്. ദുന്യാവിന്റെ വിഷയത്തിലുള്ള ബക്കറ്റ് ലിസ്റ്റ് അല്ല നമ്മൾ ഉണ്ടാക്കേണ്ടത്. അതിനാണ് നമ്മളെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യേണ്ടതും എൻകറേജ് ചെയ്യേണ്ടതും അല്ല. അതിനാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ റമദാൻ നമ്മളുടെ മുമ്പിലേക്ക് വരുമ്പോൾ പരിശുദ്ധ വേദഗ്രന്ഥം നമ്മളെ ആ ദിശയിലാണ് പ്രേരിപ്പിക്കേണ്ടത്, നമ്മളെ ചിന്തിപ്പിക്കേണ്ടത് എന്നുള്ള വസ്തുത നമ്മൾ മറക്കാതിരിക്കുക. ആ അർത്ഥത്തിൽ ഖുർആനുമായിട്ട് നമ്മൾ ബന്ധം സ്ഥാപിക്കുക. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇപ്പോ കോഴിക്കോട്ട് മറ്റേ ഇവര് വന്നില്ലേ, സുനിത വില്യംസ് വന്നില്ലേ, സുനിത വില്യംസ് വന്ന സമയത്തോടെ ഭയങ്കര തിരക്കായിരുന്നു അവരെ കാണാൻ വേണ്ടി. അത് സ്വാഭാവികമാണ്. നമ്മളെന്താ വെച്ചാൽ ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ ഈ നക്ഷത്രങ്ങളെ കണ്ട് അത്ഭുതത്തോടു കൂടി ഇത് എന്താണ് എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ വിസ്മയഭരിതരായി നിന്നിരുന്ന ഒരു കാലത്ത് നിന്ന് നമ്മൾ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനും സ്പേസ് വാക്കിങ്ങും ഒക്കെ ഉണ്ടായി കഴിഞ്ഞ നമ്മൾ ഈ സ്പേസ് സ്റ്റേഷനിലൊക്കെ ദിവസങ്ങൾ ചെലവഴിച്ച മനുഷ്യർ നേരിട്ട് നമ്മളിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാലത്താണ് നമ്മൾ ഉള്ളത്. പക്ഷെ അങ്ങനെയൊക്കെ ആവുമ്പോഴും മനുഷ്യന് ഈ മഹാപ്രപഞ്ചത്തിന്റെ ഒരു വളരെ ചെറിയ, ആ പ്രപഞ്ചത്തിലെ ചെറിയൊരു ബിന്ദു എന്ന് പോലും പറയാൻ പറ്റാത്ത ഈ ഭൂമിയിൽ നമ്മൾ ഈ ബുദ്ധിയും വിവേകമായിട്ട് മനുഷ്യർ എന്ന് പറയുന്ന ഒരു വിഭാഗം ജീവിക്കുന്നതിന്റെ പൊരുൾ എന്താണ് എന്ന് ഇനിയും മനുഷ്യന്മാർക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ സയൻസ് കുറേയേറെ മുന്നോട്ട് പോയിട്ട് നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്നോ ദൗത്യം എന്താണെന്നോ നമ്മൾക്ക് ഒരിക്കലും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം.
അവിടെ ഖുർആൻ ഈ മുന്നോട്ട് വെക്കുന്ന കാര്യം ഇതൊട്ടും ചെറിയ കാര്യമല്ല. അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയാണ്. നബി മരിക്കുമ്പോൾ ഏകദേശം ഒരു 12-13 വയസ്സേ അദ്ദേഹത്തിന് ഉണ്ടാവുള്ളൂ. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ചില ദിവസം രാത്രി പോയി താമസിക്കാറുണ്ട്. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി ഇങ്ങനെ എഴുന്നേൽക്കുന്നത് കണ്ടപ്പോ രാത്രി എഴുന്നേറ്റിട്ട് നബിയുടെ ആരാധനാ കർമ്മങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടി ഞാനിങ്ങനെ നബി ശ്രദ്ധിക്കാത്ത രീതിയിൽ പ്രവാചകൻ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലാണ്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ എഴുന്നേറ്റിട്ട് ആകാശത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ആകാശത്തിലെ വിസ്മയങ്ങളിലേക്ക് കണ്ണയച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പാരായണം ചെയ്യുന്നുണ്ട്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിങ്ങനെ പറയാണ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ഇതിലെല്ലാം ചിന്തിക്കുന്ന ആൾക്കാർക്ക് ദൃഷ്ടാന്തമുണ്ട്. അവര് പടച്ചോനെ പറ്റി നിന്നും കടന്നും ഇരുന്നും എല്ലാം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പടച്ചോനെ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല. ഈ സൃഷ്ടിപ്പിന്റെ മുഴുവൻ പൊരുൾ, ഇതിന്റെ ഒരു സന്ദേശം എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന്, ദൗത്യം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാം. പടച്ചോനെ നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ, അതിന് ഞങ്ങളുടെ ജീവിതത്തെ ഉപകാരപ്പെടുത്തണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു ജീവിതത്തിന്റെ ഒരു ഫിലോസഫി എന്ന് പറയുന്ന ഒരു സാധനം നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും നമ്മളുടെ ചുറ്റുമുള്ളവർക്ക് പകർന്നു കൊടുക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ മുജാഹിദുകൾ എന്ന് പറയുമ്പോൾ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഇത് വളരെ യാന്ത്രികമായി നമ്മളിങ്ങനെ റമദാൻ വരുന്നു, നോമ്പ് വെൽക്കുന്നു, ഖുർആനെ പറ്റി ക്ലാസ് കേൾക്കുന്നു, പ്രസംഗിക്കുന്നു, സെമിനാർ നടത്തുന്നു, ഇങ്ങനത്തെ കുറെ പരിപാടികൾ ഉണ്ടാകുന്നു. പക്ഷേ പലപ്പോഴും അതിൻ്റെ ഒരു വില നമ്മൾക്കത് മനസ്സിലാവണില്ല. നമ്മൾ ലോകത്ത് ജീവിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരുടെ കൂട്ടത്തിൽ ഈ വെളിച്ചം കിട്ടിയ വളരെ 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 കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അത് ഒരു ചില്ലറ ഭാഗ്യമൊന്നും അല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മദീന പള്ളിയിൽ ഇശാ നിസ്കരിക്കാൻ നേരം വൈകി. ചില ദിവസങ്ങളിൽ നബി ഇശാ നിസ്കരിക്കാൻ നേരം വൈകുമായിരുന്നു. അപ്പോൾ ആ ഇശാ നിസ്കരിക്കാൻ നേരം വൈകിയ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബിയെ കുറെ നേരമായി നിസ്കരിക്കല്ലേ, ബാക്കിൽ നിന്ന് പെണ്ണുങ്ങളെയും കുട്ടികളൊക്കെ ഭാഗത്തുനിന്ന് കുട്ടികളൊക്കെ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സാരല്ല ഉമർ, ഈ മൊത്തം ഭൂമി എടുത്താല് പടച്ചോന് വേണ്ടി നിസ്കരിക്കണം എന്നുള്ള ബോധത്തിൽ രാത്രി ഉറങ്ങാതെ നിൽക്കുന്ന ആകെ കുറച്ച് മനുഷ്യന്മാർ മാത്രമേ ഉള്ളൂ. അത് നമ്മളാണ്. അത് ആലോചിച്ചിട്ട് നമുക്ക് സന്തോഷിക്കാം എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അന്നത്തെ അവസ്ഥകൾ ആലോചിച്ച് നോക്ക്. മൊത്തം ഭൂമി എടുത്താലും മദീനയിൽ മാത്രമേ നിസ്കാരം നടക്കുന്നുള്ളൂ. അതായത് അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കാനാണ് ഭൂമിയിലെ മൊത്തം മനുഷ്യന്മാർ അള്ളാഹ് ഉണ്ടാക്കിയത്. ആ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുന്നത് അന്നത്തെ കാലത്ത് മദീനയിലെ ആകെ കുറച്ച് മനുഷ്യന്മാർ മാത്രമാണ്. അതിൽ ഉൾപ്പെടുക എന്ന് പറയുന്നത് എത്രത്തോളം ബ്ലസ്ഡ് ആയ ഒരു അവസ്ഥയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. മനുഷ്യന്റെ ധർമ്മം തിരിച്ചറിയാനുള്ള അപൂർവ സൗഭാഗ്യം ഉണ്ടായ ഒരു സംഘം കുറച്ച് ആൾക്കാരാണത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ ചുറ്റും ജീവിക്കുന്ന ജനകോടികൾ അവർക്കത് അറിയൂല. നമ്മൾ വിചാരിക്കണ പോലെയല്ല. ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് അവർക്ക് അറിയൂല. പടച്ചോനായിട്ട് ഒരു ബന്ധമില്ല. അവരെ സൃഷ്ടിച്ച അള്ളാഹുവുമായി, അവരെ സൃഷ്ടിച്ച റബ്ബുമായി, പടച്ചവനുമായി ഒരു ബന്ധമില്ല. നമ്മൾ പറയില്ലേ, ലോകത്തെ എല്ലാ മനുഷ്യന്മാർക്കും പടച്ചവനെ പറ്റി ബോധമുണ്ട്, എല്ലാവരും അടിസ്ഥാനപരമായി ഏകദൈവ വിശ്വാസികളാണെന്നൊക്കെ നമ്മൾ പറയും. ഒരു പരിധി വരെ അത് ശരിയാണ്. പക്ഷെ നിങ്ങളെ കൂടെ ജോലി ചെയ്യുന്ന, നിങ്ങളുടെ കൂടെ പഠിക്കുന്ന, നിങ്ങളെ ഇടപഴകുന്ന പഠിത്ത മനുഷ്യന്മാരെ വിളിച്ച് ഒന്ന് സ്വതന്ത്രമായി സംസാരിച്ചു നോക്ക്. അവരെ സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു പടച്ചവൻ, ആ പടച്ചവൻ ആരാധിക്കണം എന്ന ബോധം, ആ പടച്ചവൻ മാർഗദർശനവുമായി പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ള ബോധം, ആ പടച്ചവൻ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ബോധം, ആ പടച്ചവനെ ആരാധിക്കണം എന്നുള്ള ബോധം, മരിച്ചു കഴിഞ്ഞാൽ ആ പടച്ചവന്റെ മുന്നിൽ ചെന്ന് നിൽക്കേണ്ടി വരും എന്നുള്ള ബോധം, ഇതൊന്നും ഇവർക്കാർക്കും ഇല്ല. ഇവര് മതവിശ്വാസികളാണ്, ദൈവവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വിഗ്രഹങ്ങളെയോ ഏതെങ്കിലും ദേവതകളെയോ ഏതെങ്കിലും അവരുണ്ടാക്കിയ ദൈവസങ്കല്പങ്ങളെയോ ഒക്കെ പൂജിക്കുന്നു. ദുന്യാവിലെ ചില അപകടങ്ങളിൽ നിന്ന് അവരെ പ്രസാദിപ്പിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നല്ലാതെ പ്രപഞ്ച രക്ഷിതാവുമായി നമ്മളെ ഈ രീതിയിൽ കെട്ടുന്ന ഒരു ഫിലോസഫി അവരുടെ ആരുടെയും തലച്ചോറുകളിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ പൊരുൾ അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രിയപ്പെട്ടവരെ, ആ പൊരുൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നത്, നമ്മൾക്ക് നമസ്കരിക്കാൻ കഴിയുന്നു എന്നുള്ളത്, നമുക്ക് റമദാനിൽ നോമ്പെടുക്കാൻ കഴിയുന്നു എന്നുള്ളത്, നമ്മൾക്ക് അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദിൽ വീഴാൻ കഴിയുന്നു എന്നുള്ളത് അസുലഭമായൊരു സൗഭാഗ്യമാണ്. മനുഷ്യന്റെ ധർമ്മം എന്താണെന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം.
നമ്മൾ അതിന്റെ വില മനസ്സിലാക്കുകയും നമ്മളുടെ പുതിയ തലമുറക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ഇവിടെ ഉള്ള പൊതുസമൂഹത്തെ അത് ബോധ്യപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തുകയും അവർക്ക് മുമ്പിൽ അടക്കം ഈ ഖുർആനിനെ നമ്മൾ തുറന്നു വെക്കുകയും അവരെ അടക്കം ഈ നന്മയുടെ തണുപ്പിലേക്ക് ചേർത്ത് പിടിക്കുകയും എല്ലാം ചെയ്യുക. അതിന് അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.